മുരളീജി, ദേശരക്ഷാ സദസ് കണ്ടക്ട് ചെയ്യുന്ന യുവമോചന സുഹൃത്തുക്കളെ, ദേശസ്നേഹികളായ നാട്ടുകാരെ, ഞാനൊരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു സംസാരിക്കുന്നതിന് മുന്നേ, കാരണം എനിക്ക് രാഷ്ട്രീയം അറിയില്ല. മുരളീജി പറയാനുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ഞാനും കേട്ടു. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സദസ്സിലിരുന്നുകൊണ്ട് കേൾക്കാനുള്ളതെല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ചില കാര്യങ്ങൾ ഒരു ന്യൂട്രലായിട്ടുള്ള, ഒരു ദേശസ്നേഹിയായിട്ടുള്ള ഇന്നും ഞാൻ പറയുന്നുണ്ട്. നാടെന്നെ തിരിച്ചു വിളിച്ച് ഉദ്ധംപൂരിലല്ല കാശ്മീരിലാണെങ്കിലും ശരി, ഇനിയും നിന്റെ ശവശരീരത്തിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ തിരിച്ചോടിപ്പോവാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു ദേശസ്നേഹിയായിട്ടുള്ള മനുഷ്യനാണ്. ഇവിടെ ഇപ്പം നടന്നിരിക്കുന്ന ഈ യൂണിവേഴ്സിറ്റി, JNU യൂണിവേഴ്സിറ്റിയിലെ, ഞാൻ ആ JNU യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA ഗ്രാജുവേഷൻ വാങ്ങിച്ചിട്ടുള്ള ആളാണ്. ആ യൂണിവേഴ്സിറ്റിയോട് വളരെയധികം റെസ്പെക്ട് ഉണ്ട് എനിക്ക്. കാരണം 10ാം ക്ലാസ് തോറ്റ് നാട് വിട്ടു പോയിട്ടുള്ളൊരുത്തിന് അവിടെ നിന്ന് പഠിച്ച് പാസ്സാവാനുള്ളൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ ഈ സംഭവം നടന്നിരിക്കുന്ന ഈ അഫ്സൽ ഗുരുവിന്റെ ബർത്ത്ഡേ ആഘോഷം, ബർത്ത്ഡേ അല്ല, മരണത്തിന്റെ ദിവസം ആഘോഷിക്കുക എന്ന് പറഞ്ഞത് നമുക്കൊന്നും പുറകിലേക്ക് പോയി നോക്കാം. കഴിഞ്ഞ വർഷമോ അല്ലെങ്കിൽ അതിന് മുന്നത്തെ വർഷമോ ഇവരാരും ഇത് ആഘോഷിച്ചിട്ടില്ല. ആ സമയത്ത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആവശ്യമില്ല. ഇപ്പൊ മുരളീജി പറഞ്ഞ പോലെ ഇപ്പൊ ഇവിടെ ഇവർ പറയുന്ന ഈ അസഹിഷ്ണുത എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ എല്ലാം കൊണ്ടും നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കാട്ടിക്കൂട്ടണമെന്ന് പറഞ്ഞ് പല രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടെ ചെയ്യുന്ന ഇപ്രാവശ്യത്തെ ആഘോഷമാക്കി. പക്ഷെ ആഘോഷമാക്കിയിട്ടുള്ള സമയത്ത് രാജ്യം മുഴുവൻ ഒറ്റുക നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. 10 പട്ടാളക്കാർ മഞ്ഞനടിയിൽപ്പെട്ടുകൊണ്ട് ഈ പട്ടാളക്കാരെ എങ്ങനെ തിരിച്ചു കിട്ടും എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിലിടയ്ക്കാണ് ഇവിടെ നമ്മുടെ രാഷ്ട്രമന്ദിരമായിട്ടുള്ള പാർലമെന്റ് ആക്രമിച്ചിട്ടുള്ള ആ ദ്രോഹികളുടെ വധശിക്ഷ കഴിഞ്ഞിട്ടുള്ള ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നു. അത് സെലിബ്രേറ്റ് ചെയ്യുന്ന കുരുത്തത്തിന് ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കനയ്യ എന്ന് പറഞ്ഞൊരു ഹിന്ദുവാണ്. നേരെ മറിച്ചതൊരു മുസ്ലിം പേരായിരുന്നെങ്കിൽ ഇവരെന്തെല്ലാം കാണിക്കും. BJPക്കാര് വർഗീയരാണ്, മറ്റതാണ്, മറിച്ചാണ്, അവർക്ക് കാരണങ്ങൾ പലതും കിട്ടുവാൻ. ഇപ്പൊ അതില്ല. ഇവരെന്താ സംഭവിച്ചിരിക്കുന്നത്? നേരത്തെ മുരളീജി പറഞ്ഞ പോലെ എല്ലാ വർഷവും ഇതുപോലെ പല ആളുകളും ഇന്ത്യക്ക് എഗൻസ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനു മുൻപ് മോദിജിയുടെ ഗവൺമെന്റ് മുന്നേ ഉണ്ടായിരുന്ന ഗവൺമെന്റുകളെല്ലാം അത് വളരെ കാഷ്വലായിട്ട് എടുത്തിട്ട് അവനെ സൈഡിലിട്ടു. പക്ഷെ ഇപ്പൊ ശക്തമായിട്ടുള്ള രാജ്യത്തിന് എഗൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവനെ തൂക്കി ഉള്ളിലിടാൻ ചങ്കൂറ്റമുള്ള ഒരു പ്രധാനമന്ത്രി അവിടെ ഉള്ളതുകൊണ്ട് അവരത് പിടിച്ചകത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ ഇപ്പൊ ഇലക്ഷൻ വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ കൊട്ടിഘോഷവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷെ ഒന്ന് ആലോചിക്കണം, നമ്മുടെ ഇന്ത്യയിലെ ഇന്നിപ്പോ ഈ കൊടി ഇവിടെ BJPയുടെ കൊടി കാണുന്നുണ്ട്, കൂട്ടത്തിൽ ഈ സമ്മേളനത്തിലെ നാഷണൽ ഫ്ളാഗും കാണുന്നുണ്ട്. ഞാൻ പല പാർട്ടിയുടെ ഫ്ളാഗ് മാത്രം കണ്ടിട്ടുണ്ട്, കൂട്ടത്തിൽ ഈ നാഷണൽ ഫ്ളാഗ് ഒന്നും കണ്ടിട്ടില്ല. അപ്പം അത് പറഞ്ഞാൽ ദേശസ്നേഹമുള്ളവരാണ് BJP എന്നുള്ള അവിടെ ഒരു സൈഡിൽ പറയും. മേജർ രവി ദേശസ്നേഹമുള്ള സിനിമകൾ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ മേജർ രവി BJPക്കാരാണ്, RSSകാരാണ്. സമ്മതിച്ചു, ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഇതൊന്നും ഉണ്ടാവാനത്? എന്തുകൊണ്ട് നിങ്ങളെല്ലാം ഇതുപോലെ തന്നെ ഇങ്ങനൊരു സമ്മേളനത്തിന് എല്ലാ പാർട്ടിക്കാരുടെയും ഫ്ളാഗ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് സംസാരിച്ചില്ല? ഇതൊരു ദേശസുരക്ഷാ ദിവസമാണ്. ദേശത്തിനെ കുറിച്ച് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എഗൻസ്റ്റ് ആയിട്ട് നമ്മളെല്ലാം ആ സമയത്ത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ഒരു പാർട്ടിയുമില്ലാതെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ 130 കോടി ജനങ്ങളും ഒറ്റക്കെട്ടായി അവനെ എതിർക്കും എന്നുള്ളത് പറയാത്തത് എന്താണ്? അപ്പൊ ഇവിടെ ദേശസ്നേഹമല്ല പ്രശ്നപ്പെടും. എന്റെ ചന്തിക്ക് അടിയിലിരിക്കുന്ന കസേല അത് ഫെവിക്കോൾ ഇട്ട് ഒട്ടിച്ചിട്ട് ഞാൻ എങ്ങനെ എത്ര കാലം അധികാരം പിടിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? അതിന് ദേശത്തിനെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ശരി, ഐ എം നോട്ട് ബോദർ. പക്ഷെ അവിടെ BJP കൊടുപ്പിക്കാൻ അപ്പെന്താണ് ഇവിടെ വർഗീയത വരാത്തതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ വർഗീയരാണ്, BJPക്കാർ വർഗീയരാണ്. ഹിന്ദുക്കളെ പ്രശ്നം, മുസ്ലിംസിന്റെ പ്രശ്നം. ഞാൻ ഇന്നും പറയുന്നു, ഞാൻ ഇപ്പോഴും ഇവിടെ നിന്നുകൊണ്ട് ഈ കൊടിയുടെ കീഴിൽ നിന്നുകൊണ്ട് പറയാണ്, ഞാൻ എന്റെ ദേശത്തിനെ സ്നേഹിക്കുന്ന ഒരുത്തനാണ്. ഇവിടെ രാജ്യത്തിന് എഗൻസ്റ്റ് ആയിട്ട് അതൊരു ഹിന്ദു പറഞ്ഞാലും മുസ്ലിം പറഞ്ഞാലും ക്രിസ്ത്യാനി പറഞ്ഞാലും അവിടെ മേജർ രവി ചങ്കും അവൻ നെഞ്ചും വലിച്ചുകൊണ്ട് അവിടെ അവനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നു നിൽക്കും. അതിനെ നിങ്ങൾ ഏത് പാർട്ടിയെന്ന് വിളിച്ചോ? നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ വന്ന് നിൽക്ക്, ദേശത്തിനെ കുറിച്ച് സംസാരിക്കൂ. കോൺഗ്രസിന് അതില്ലെന്നുള്ളത് എനിക്ക് തോന്നുന്നു. ബിക്കോസ് അവരാരും അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല. സോ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ 10 പട്ടാളക്കാരൻ മരിച്ചിട്ടുള്ള 3 പേരുടെ കഥ നമുക്കറിയാം. ഒന്ന് ഹനുമന്തപ്പ 6 ദിവസം ഈ മഞ്ഞനടിയിൽ കിടക്കുന്ന സമയത്ത് ഇവിടെ അഫ്സൽ ഗുരുവിന്റെ
ചരമാഘോഷം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാണ് ഭാരതത്തിനെ ഞങ്ങൾ തകർക്കും. അവിടെ പാവപ്പെട്ട ഒരുത്തൻ മഞ്ഞിനടിയിൽ കിടക്കുന്നു. അത് കഴിഞ്ഞ് അവന്റെ മനക്കരുത്ത് കൊണ്ട് അവൻ ഈ 6 ദിവസം 45 ഡിഗ്രി -45 ഡിഗ്രിയിൽ നിന്നും പുറത്തു വന്ന് തലപൊക്കി നോക്കിക്കൊണ്ട് പിന്നീട് അവൻ മരണത്തിന് അടിമപ്പെട്ടു. പക്ഷെ എങ്കിലും ആ ചങ്കൂറ്റപ്പെട്ട് കാണിച്ച പട്ടാളക്കാരൻ അത് കാർഗിലിന്റെ 19,000 അടി ഉയരത്തിൽ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇപ്പുറത്ത് അഫ്സൽ ഗുരുവിന്റെ ആഘോഷിക്കുകയാണ്, ചരമാഘോഷം. രണ്ടാമത് അതിന് സുധീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കുട്ടി കൊല്ലത്ത് മരിച്ചിട്ടുള്ളതാണ്. സ്വന്തം കുട്ടിയെ ഒരു നോക്ക് കാണാൻ പോലും സാധിക്കാതെ 10-20 ദിവസം കഴിഞ്ഞാൽ ലീവ് എടുത്ത് വന്ന് കൊല്ലത്ത് വരേണ്ട മനുഷ്യൻ ആ കുട്ടിയെ കാണാൻ പോലും സാധിക്കാതെയാണ് മരിച്ചു വരിക്കുന്നത്. എന്തിനു വേണ്ടി? അഫ്സൽ ഗുരുവിന് വേണ്ടിയിട്ടല്ല. അഫ്സൽ ഗുരുവിനെ പോലുള്ള രാജ്യദ്രോഹികളായിട്ടുള്ള ആളുകളെ പിടിക്കാനും കൊല്ലാനും വേണ്ടി ജീവൻ കളയാൻ തയ്യാറായിരിക്കുന്ന ഒരു പട്ടാളക്കാരൻ. അവന്റെ അവസ്ഥ നമ്മൾ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? അപ്പുറത്ത് വേറൊരുത്തനുണ്ടായിരുന്നു, ഒരു യുപിക്കാരൻ. അവൻ 6 വർഷമായിട്ട് സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ 2 ഫാമിലീസും പ്രശ്നമുണ്ടാക്കി അവസാനം ഫാമിലി രണ്ടും സമ്മതിച്ച് ഈ മാസം 4-ാം തീയതി 5-ാം തീയതി അവന്റെ കല്യാണമായിരുന്നു. അതും ശവശരീരമായിട്ട് ദേശീയ പതാകയിൽ പൊതിഞ്ഞുകൊണ്ടാവും പോയിട്ടുണ്ട്. ഇതെല്ലാം ഒരു സൈഡിൽ നടക്കുമ്പോൾ, ദേശഭക്തി ഒരു സൈഡിൽ നടക്കുന്ന സമയത്ത് ഇപ്പുറത്തെ വിദ്വേഷികൾ ഇതുപോലെ പറയുന്നു. അതും JNU പോലുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നുകൊണ്ട് ദേശത്തിന് എഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇത്രയും കാലം ഇവർക്കെല്ലാം വളം വെച്ചു കൊടുത്തു? ഇനിയും ഇതുപോലുള്ള ആരെന്ത് പറഞ്ഞാലും ഇന്ന് നമുക്ക് പലതും അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ദേശീയ പതാകയുടെ വില എന്താണെന്നുള്ളത് അറിയാൻ പറ്റാത്തവർ, ദേശീയ ഗാനം കേട്ടുകഴിഞ്ഞാൽ തിയേറ്ററിൽ എഴുന്നേറ്റ് നിന്ന് ആ 53 സെക്കൻഡ് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത കുറെ പേഷ്യന്റ് ആയിട്ടുള്ള കുറെ ആൾക്കാർ സിനിമ കാണാൻ പോകുന്നുണ്ട്. ദേശീയ പതാക എന്റെ സ്വന്തം വീട്ടിന് മുന്നിൽ കെട്ടി ഉയർത്താനുള്ള അധികാരം സുപ്രീം കോടതി തന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ എത്ര പൗരന്മാർക്കറിയാം. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഈ പതാക നമ്മൾ എവിടെയും കണ്ടുകൊണ്ടിരിക്കണം. അത് കാണുമ്പോഴാണ് നമ്മുടെ ദേശത്തിന് വേണ്ടിയിട്ടുള്ള ആ രക്തം തിളയ്ക്കേണ്ടത്. അതിനെ ആർക്കും ആഗ്രഹമില്ല. നമ്മളിതെല്ലാം അറിയുന്ന നമുക്കുള്ളതായിട്ടുള്ള അർഹിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾ ഈ ദേശീയ പതാകയെ അംഗീകരിക്കാനും അതിനെ ആദരിക്കാനും പഠിക്കുള്ളൂ. അത് ആദരിക്കാൻ പഠിച്ചാൽ നമ്മൾ പിന്നെ ഇവിടെ ജാതിയും മതത്തിനെ കുറിച്ച് സംസാരിക്കില്ല. ഇവിടെ ഒരു പാർട്ടിക്കാരും ഞാൻ പറയുന്നു, ഇപ്പൊ ഇന്നേവരെ ഉണ്ടായിട്ടുള്ള ഇതുപോലുള്ള സമ്മേളനങ്ങളിൽ ഞാൻ കൂടുന്ന സമയത്ത് ഈ കാര്യം വരുമ്പോൾ മാത്രം എന്താണ് BJP മാത്രം മുന്നോട്ട് വരുന്നത്? ഇതിൽ കൂടുതൽ എനിക്ക് മറ്റുള്ള പാർട്ടിക്കാരെ കുറിച്ച് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഞാനിവിടെ രാഷ്ട്രീയം പറയാൻ വന്നതല്ല. ദേശസ്നേഹം എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള പട്ടാളക്കാരുടെ മാത്രം കുത്തകയല്ല, ഈ ഇരിക്കുന്ന ഓരോ പൗരന്റേതുമാണ്. അതൊരു അധികാരമാണത്. അവർക്കതിൽ അഹങ്കരിക്കാവുന്നതാണ്. ആ ദേശസ്നേഹം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ജാതിയോ മതം ഒന്നും ചോദിക്കുന്നില്ല. ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ വരുന്ന സമയത്ത് യുവമോർച്ച പോലെയുള്ളതല്ല, എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ട്രിവാൻഡ്രം ടൗൺ മുഴുവൻ ഇളകുന്ന രീതിയിൽ ചോദിക്കണം, ആരുടെ എന്റെ രാജ്യത്തിനെ കുറിച്ച് പറഞ്ഞു എന്നുള്ളത്. ആ സമയത്ത് നമ്മൾ ചോദിക്കരുത് എന്റെ കൊടി ഏതാണെന്നുള്ളത്. ആ ഒരു സ്പിരിറ്റാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അത് BJP വിചാരിച്ചാൽ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മളെക്കുറിച്ച് പറയുന്ന പലതും, BJP കുറിച്ച് പറയുന്ന കാര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ദേശസ്നേഹം മാത്രം പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതിനാണെങ്കിൽ മേജർ രവി എന്നും ആ ദേശസ്നേഹികളായിട്ടുള്ള ഏത് പാർട്ടിയാണെങ്കിലും ശരി അവരെ കൂടെ നിന്നിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സദസ്സിൽ വരാൻ കാരണവും ഇത് പറയാനും. കാരണം നിങ്ങൾക്കെങ്കിലും അറ്റ്ലീസ്റ്റ് തോന്നിയല്ലോ ഇതുപോലുള്ള സംഭവം നടക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കണം, സംഘടിക്കണം, രാജ്യത്തിന് വേണ്ടി നമുക്ക് സംസാരിക്കണമെന്ന്. നമ്മൾ ശരിക്കും ദേശസ്നേഹികളായ നാട്ടുകാരാണ്, രാജ്യക്കാരാണ്. അതിന് നമുക്ക് പാർട്ടി എന്നുള്ളത് പറയേണ്ട. അത് നമുക്ക് ഭരിക്കേണ്ടതോ റൂൾ അധികാരങ്ങൾ വേണ്ട സമയത്ത് അത് ചെയ്യാം. പക്ഷെ ദേശസ്നേഹമുള്ളത് അതെന്നും മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോകണം. അഫ്സൽ ഗുരുവിനെ പോലുള്ള ഒരുത്തനും ഇനിയും ജീവിക്കുന്നത് പറഞ്ഞല്ലോ. ഓരോരുത്തരുടെ വീട്ടിലും അഫ്സൽ ഗുരു വരുമെന്നാണ് ഒരു മുദ്രാവാക്യം വിളിച്ചത്. നിങ്ങളൊക്കെ ജീവനോടുള്ള സമയത്ത് അത് സാധിക്കുമെന്നും പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് സാധിക്കുമോ? അത് സമ്മതിക്കരുത്. അവരെയാണ് ഞാൻ പറയുന്നത്. ഭഗത് സിംഗിനെ പോലുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് വെട്ടന്റെ അടുത്ത് വെട്ടണം, പറയേണ്ട അടുത്ത് സമന്വയത്തിൽ സംസാരിക്കണം. ഗാന്ധിസം നമുക്ക് വേണം. പക്ഷെ ചില സമയങ്ങളിൽ രണ്ടും വേണ്ടി വരും. ആ സമയത്ത് അതുപോലെയാണ് ഇപ്പോൾ അഫ്സൽ ഗുരു. ആ സമയത്ത് 5 പോലീസുകാർ അവിടെ മരിച്ചു. അന്ന് ഈ MP-മാരെല്ലാം ഇവരെല്ലാം അന്ന് സമ്മതിച്ചു ഞങ്ങളെ സേവ് ചെയ്തിട്ടുള്ള പോലീസുകാർക്ക്. അവർക്ക് എത്ര പേർക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ട്? 1-2 പേർക്ക് അവാർഡ് കൊടുത്ത് ബാക്കിയുള്ളവർക്ക് അവാർഡ് പോലും കിട്ടിയിട്ടില്ല. ഈ കാര്യങ്ങളൊന്നും നമുക്ക് ആർക്കും അറിയില്ല. രക്ഷിച്ചു, സേവിച്ചു, എല്ലാവരുടെയും പോത്തൊരു തട്ടം തട്ടിക്കൊണ്ട് ഇവരെല്ലാം പോയി. അത് കഴിഞ്ഞിട്ട് പിന്നീട് എനിക്ക് വോട്ടിന് വേണ്ടി എന്ത് സംസാരിക്കാം? അഫ്സൽ ഗുരുവിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് മുസ്ലിം വോട്ട് കിട്ടുമെന്നുള്ളതാണ്. ഇന്ന് ഇവിടുത്തെ ദേശസ്നേഹികളല്ല, മുസ്ലിം അടക്കം കാറി തുപ്പുന്ന ഒരുത്തനാണ് ഈ അഫ്സൽ ഗുരു എന്നുള്ളത് ഇവരെല്ലാവരും മനസ്സിലാക്കുന്നത്. അതുകൊണ്ടൊന്നും ഇവർക്ക് വോട്ട് കിട്ടാൻ പോകുന്നില്ല. സോ ഇതെല്ലാം തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമാണ്. ആ തെറ്റിദ്ധാരണയിൽ നിന്ന് നമ്മളെല്ലാവരും ദേശസ്നേഹികളായിട്ടുള്ള
വി ഷുഡ് ഓൾവേസ് സേ ദാറ്റ് ഗവൺമെന്റ് നമുക്ക് എന്ത് ചെയ്തു എന്നുള്ളത് ചോദിക്കാതെ എനിക്ക് എന്റെ ഗവൺമെന്റിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് മാത്രം മനസ്സിൽ ദൃഢവിശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് ഇറങ്ങുക. എങ്കിൽ ഈ രാജ്യം മുന്നോട്ട് പോകും. അങ്ങനെയുള്ള ഓരോ പൗരനും എല്ലാവിധ അഭിവാദ്യങ്ങളും. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഇതുപോലെ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. പട്ടാളക്കാരുടെ ആ ജീവൻ കൊടുക്കുന്ന, ജീവൻ ബലിയർപ്പിക്കുന്ന ആ കർമ്മങ്ങൾക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ ഒരു കൂട്ടായ്മയിൽ നിന്ന് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ നാഷണൽ ഫ്ലാഗ്, അതാണ് ഞങ്ങളെപ്പോലെ ജീവിച്ചിരിക്കുന്ന പട്ടാളക്കാരന്റെ വീര്യം. അതെന്നും തന്നു കഴിഞ്ഞാൽ ഈ രാജ്യം എന്നും സുരക്ഷിതമായിരിക്കും. ദാറ്റ് ഈസ് എ വേർഡ് ഫ്രം എ സോൾജർ. ദാറ്റ്സ് ഓൾ. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്. ഈ ദേശരക്ഷാ സദസ്സിനെ അഭിസംബോധന സംസാരിക്കാൻ ബഹുമാന്യനായ ഈ ദേശരക്ഷാ സദസ്സിന്റെ അധ്യക്ഷൻ മുളയറ രതീഷ്, ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പാർട്ടിയുടെ സമാരാധ്യനായ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വി മുരളീധരൻ അവർകൾ, ഈ സദസ്സ് ധന്യമാക്കിയിട്ടുള്ള നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള